അപ്പോൾ ഇന്ന് പിടിച്ച ഒച്ചുകളാണിത്. ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്ന ഈ സാധനം ഇതൊന്നുമല്ല, ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ കാണുക. ഇത് നമ്മളൊരു ബക്കറ്റിലോട്ട് കൊട്ടുകയാണ്. എത്ര ഉണ്ടെന്നറിയോ? ഒന്നിട്ട് കൊടുത്ത് കാണിച്ചാൽ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആഫ്രിക്കൻ ഒച്ച. കാരണം ഇത്രയും ഒച്ചുണ്ട്. ഇത് പെറ്റ് പെരിയാത്തന്നെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ. ഒരെണ്ണം 500 മുട്ട ഇടുന്നാണ് പറയണത്. അത് ഒന്നും മിസ്സാവില്ല, ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സാധനത്തിനൊക്കെ പിന്നെ പരമാവധി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കെണി വെച്ചിട്ടുണ്ട്. കെണി വെച്ചോടത്തൊന്നും ഇത് സാധനം ഒരു 5-6 വന്നതെന്നല്ലാതെ ഒക്കെ കഴുങ്ങിൻ്റെ മുകളിൽ അങ്ങനെയുള്ള സ്ഥലത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചായത്ത് നമ്മളെ മെമ്പർ കുറച്ച് ഉപ്പ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മെമ്പർ ഈ ഉപ്പൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതാണ് നമുക്ക് കല്ലുപ്പ് പോലത്തെ ഒരു ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ഇതുപോലെ എടുക്കുക, ഇങ്ങനെ വെതര ഇങ്ങോട്ട് കൊടുത്ത് കാണിച്ച് കൊടുക്കും മോളെ. കണ്ടില്ലേ? എങ്ങനെയുണ്ട് വെതറി കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം നമുക്ക് ഇതുള്ളൂ. ഇതുകൊണ്ടൊന്നും ഇത് നശിക്കാൻ പോകണില്ല. ഇത് ആകെ പരന്ന് കഴിഞ്ഞ് ആ കൈമാക്കല്ല കുഞ്ഞോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുന്നുണ്ട. ഇത് ഉപ്പിട്ട് നമ്മൾ ഇതുപോലെ ഒന്നുകൊണ്ട് ഉപ്പിട്ട് ഞാൻ മിക്സാക്കി നല്ല റെഡിയാക്കി കൊടുക്കാണ്ടല്ലോ. ഓരോ ഉപ്പിൽ കിടന്നിട്ട് അങ്ങോട്ട് സൈസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഈ ഉപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് അവരങ്ങനെ തന്നെ തീർന്നു പോയിക്കോളും. സ്കിപ്പാക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ. ഇത് മുന്നേ വരേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ലേശം കൂടി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതങ്ങനെ കിടന്നിട്ട് തീരുമാനമാവും. അപ്പോൾ ഇത്രയും സാധനത്തിന് നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചുരുങ്ങിയത് ഇനിയും പെറുക്കാണ്ട് കേട്ടോ. പെറുക്കാന്ന് പറയല്ല, എല്ലാ കഴുങ്ങിൻ്റെ മുകളിലും വാഴയുടെ മുകളിലും ഒക്കെ ഉണ്ട്. വീടുമ്മക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റും കൂടി തിന്നുന്ന, പെയിൻറ്റും സിമെൻറ്റൊക്കെ കഴിക്കുന്ന അത് പറയണത്. എന്തായാലും ഇന്ന് ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്.